ഏറെ നാളത്തെ തമ്മിൽ തല്ലിനും വെല്ലുവിളിക്കും ഒടുവിൽ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി തീരുമാനം അറിയിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇതോടുകൂടി കഴിഞ്ഞ കുറെ നാളുകളായി വി സതീശനും സുധാകരനും തമ്മിൽ കോൺഗ്രസിനകത്ത് നടന്ന തമ്മിൽ തല്ലിന് ഒരു അവസാനമായെന്ന് വേണം പറയാൻ. സതീശനും സുധാകരനും തമ്മിലുള്ള പോർവിളികൾ മുറുകിയപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് എല്ലാവർക്കുമായി ഡൽഹിയിൽ മീറ്റിംഗ് വെച്ചിരുന്നു. ആ മീറ്റിംഗിന് ശേഷം പരസ്യമായുള്ള ഏറ്റുമുട്ടലുകൾ ഒരു പരിധിവരെ കുറഞ്ഞെന്ന് വേണം പറയാൻ. ഡൽഹിയിലെ ആ മീറ്റിംഗിൽ വേണ്ടത് പരിഹരിക്കാമെന്ന് ഹൈക്കമാൻഡിന്റെ ഉറപ്പു കാരണമാണ് പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാവാത്തത് എന്നായിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ നടന്ന ചില പറച്ചിലുകൾ. ഇതിനിടെ കോൺഗ്രസ് ഉറച്ചു നിൽക്കേണ്ടതിലെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട്. തമ്മിൽ തല്ലും പാരവെപ്പും ഇനിയും നിർത്തിയില്ലെങ്കിൽ പാർട്ടി എന്നേക്കുമായി നശിച്ചു പോകുമെന്നും രാഹുൽ ഗാന്ധി വേവലാതി പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല, എന്തും നശിച്ചു പോകാൻ എളുപ്പമാണെന്നും അതിനു പുറകിലെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ അറിയുന്നവരൊന്നും ഒന്നും നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ പറയുകയുണ്ടായി. KPCC-യിൽ അഴിച്ചുപണി വേണമെന്ന ആവശ്യത്തിൽ പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം ഉറച്ചു നിന്ന ഘട്ടത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇനി സംസ്ഥാനത്തെ MP-മാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് രാഹുലിന്റെ ഉദ്ദേശം. എല്ലാ അഭിപ്രായവും കേട്ട ശേഷം ഒരു തീരുമാനത്തിൽ എത്താമെന്ന നിലപാടിലാണ് അദ്ദേഹം. മുൻപ് പലപ്പോഴും രാഷ്ട്രീയകാര്യ സമിതിയിൽ തനിക്കെതിരെ വന്ന വിമർശനം നേരിടാൻ KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് നിരവധി തവണ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്ക് മുൻപിൽ ഇക്കാര്യം സതീശനും കൂടെ നിൽക്കുന്നവരും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ ആവശ്യം ഹൈക്കമാൻഡിന് മുൻപിൽ സതീശൻ ഉയർത്തിയിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് മാറണമെന്ന് സുധാകരൻ പറഞ്ഞതോടെ പരസ്പരം ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. പരസ്പരം അടുക്കാത്ത നിലയിലേക്ക് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എത്തിയതോടുകൂടി രൂക്ഷമായ പ്രതിസന്ധിയാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം കൂടിയാലോചനയില്ലാതെ പ്രതിപക്ഷ നേതാവ് തീരുമാനമെടുക്കുന്നുവെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ MLA കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം യോഗത്തിന് മുൻപ് പുറത്തിറങ്ങി അഭിപ്രായം തേടിയ ദീപദാസ് മുൻഷിക്ക് ഒട്ടും ആശ്വാസകരമായ അഭിപ്രായമല്ല കിട്ടിയത്. നേതാക്കൾ ഇങ്ങനെ പോയാൽ താൻ ചുമതലയൊഴിയുമെന്ന് അവരും പറഞ്ഞിരുന്നു. പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ സുധാകരനും വി സതീശനും ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനം പല സമയത്തായി നിശ്ചയിച്ചിരുന്നെങ്കിലും ഇരു നേതാക്കളെയും ഒന്നിച്ചിരുത്താൻ ഹൈക്കമാൻഡിന് പോലും കഴിഞ്ഞിരുന്നില്ല. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇവർ രണ്ടുപേരും ഇതിൽ നിന്നും ഒഴിയുകയാണ് ചെയ്തത്. എന്നാൽ ഇതെല്ലാം സാന്ദർഭികമായി സംഭവിച്ചതാണെന്നും തനിക്ക് സുധാകരനുമായി ഒരു തരത്തിലുമുള്ള പിണക്കമില്ലെന്നും പല തവണയായി സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരവസരം കിട്ടുമ്പോൾ രണ്ടുപേരും പോർവിളികളുമായി നിൽക്കുന്നു എന്നതാണ് സത്യം. എന്തായാലും ഇലക്ഷൻ അടുത്ത സമയത്തുള്ള ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം പലരെയും വെള്ളം കുടിപ്പിക്കുന്നത് തന്നെയാണ്. ഇനി ആരൊക്കെ ഇതിന്റെ ചൂട്ടും പിടിച്ച് പാർട്ടിയിൽ നിൽക്കുമെന്നും ഇറങ്ങുമെന്നും കണ്ടു തന്നെ അറിയണം.